ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ മാറ്റങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഡിവൈൻ നൽകുന്ന ആ ഒരു ഗൈഡൻസ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ മാനസികമായും അല്ലാതെയുമൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹമോ അംഗീകാരമോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നേരിടേണ്ടി വന്ന ചില നഷ്ടങ്ങളെയൊക്കെ ഓർത്ത് വളരെയധികം ഡിസ്റ്റർബായിട്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റാതെ വളരെ സങ്കടത്തിലാണ് എന്നാണ് കാണുന്നത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ചിലർക്ക് റിലേഷൻഷിപ്പിൽ വന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടായ ഒരു ഇഷ്യൂവോ അത്തരത്തിലേതോ ഒരു കാര്യം നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കുറച്ചുകൂടി വിപുലീകരിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്, നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പുതിയ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്കത് സക്സസ് നേടിത്തരുന്നതായിരിക്കും. ശരിക്കും ഒരു കോൺഫിഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ന തരത്തിൽ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് വിജയത്തിലെത്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ മറ്റു ചില വ്യക്തികളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കാനല്ലായിരുന്നു പല വ്യക്തികളും കൂടെയിരുന്നത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. മറിച്ച് നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നിങ്ങളുടെ അടുത്ത് കൂടിയിരുന്നത് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും പുതിയ കാഴ്ചപ്പാടോടുകൂടി കാണാൻ സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകളെയും ശീലങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് എടുത്തു ചാടി ഒരു കാര്യങ്ങളും
ചെയ്യാതെ എന്തു കാര്യത്തിനും ഒന്നുകൂടി ഒരു റീതിങ്ക് ചെയ്യും. അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന പാകത്തിന് നിങ്ങൾക്ക് ചില അവസരങ്ങൾ വന്നെത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ ഉള്ളതായിട്ട് കാണുന്നു. ചില കാര്യങ്ങളെ നിങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതെ അത് ഉള്ളിൽ തന്നെ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പൈസ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് പണം നഷ്ടമാകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൂടി നിങ്ങൾക്ക് പോകുമോ എന്നുള്ളൊരു പേടി ആകാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾ പേടിച്ചിരിക്കാതെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള പൈസ നഷ്ടമാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചെയ്യാൻ തയ്യാറാവാതെ മടിച്ചു നിൽക്കുന്നതായിട്ട് ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ ആ ഒരു ഭയത്തെ നിങ്ങൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ കൂടാതെ അത് വിജയത്തിലെത്തിക്കുവാനായിട്ട് ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഏത് കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് എന്നാണ്. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലിക്കുള്ള ഒരു ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരമാകാം. ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു അവസരമാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നല്ലൊരു മെസ്സേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവരിൽ നിന്നും ഒരു ഗുഡ് ന്യൂസ് വരുന്നതാവാം, അല്ലെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മെസ്സേജ് വരുന്നതാകാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുതിയതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ കിട്ടും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ തരത്തിലുള്ളൊരു മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു വിജയം വരുന്നു എന്നുള്ളതാണ്. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ടെങ്കിൽ ആ ഒരു മാനസിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായാലും നിങ്ങൾക്ക് അതെല്ലാം ആത്മവിശ്വാസത്തോടെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.